ഇന്ന് നമ്മളെ ബാക്കിൽ കടലാണ്, അവിടെ കുന്നാണെങ്കിൽ ഇവിടെ കടലാണ്. 100 രൂപ നിങ്ങൾ മേടിക്കുക എല്ലാവരും, 100 രൂപയ്ക്ക് നമ്മൾ കൈത്താങ്ങി നമ്മുടെ സാധനങ്ങൾക്ക് വേണ്ടിട്ട് ഇന്നത്തെ ഒരു സഹായം. നിങ്ങളെല്ലാവരും കൈത്താങ്ങാണ്, വില നോക്കിയത് നിങ്ങള് നമ്മുടെ വയനാടിന് വേണ്ടി കൈകോർക്കലാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വയനാട്ടിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുക, അവരെ കൂട്ടിപ്പിടിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വയനാട് എന്ന ക്യാമ്പയിന് ഡിവൈഎഫ്ഐ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഡിവൈഎഫ്ഐ കേരളത്തിലെ കോവിഡ് കാലത്തും പ്രളയകാലത്തുമെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് റീസൈക്കിൾ കേരള മോഡൽ പാഴ്വസ്തുക്കളും പത്രങ്ങളൊക്കെ ശേഖരിച്ച് 12 കോടി രൂപ സമാഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, വയനാടുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ഒരു 2 ഗ്രാമത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 300-ലധികം ആളുകളാണ് അവിടെ മരണപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. 500-ലധികം വീടുകൾ അവിടെ നഷ്ടമായിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ, യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഡിവൈഎഫ്ഐ അവിടെയുള്ള വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകും എന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. കേരളത്തെയും അതുപോലെ തന്നെ കേരളത്തിലെ മനുഷ്യരെയും എല്ലാം ഒരുമിച്ച് നിർത്തുന്ന രീതിയിലേക്കുള്ള ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ യൂണിറ്റുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാമ്പയിനുകളിലൂടെയാണ് ഇതിന്റെ പണസമാഹരണം നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചത് ആരുടെ കയ്യിൽ നിന്നും നേരിട്ട് പണം സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ആക്രി സാധനങ്ങളും പാഴ്വസ്തുക്കളും ശേഖരിച്ച് അത് വിറ്റ് കിട്ടുന്ന പണം പല ആളുകളും അവരുടെ പെൻഷൻ തുക ഇതിലേക്ക് നീക്കിവെക്കുന്ന സാഹചര്യം. തട്ടുകടകളും ചായക്കടകളും മത്സ്യക്കച്ചവടങ്ങളും നാളികേര ശേഖരണങ്ങളും പുസ്തക വിൽപ്പനയും അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്നത്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ തങ്ങൾ സൂക്ഷിച്ചു വെച്ച തങ്ങളുടെ കുടുക്കകൾ, അതിലെ നാണയത്തുട്ടുകൾ ഈ ക്യാമ്പയിനിലേക്ക് ഭാഗമായി സമ്മാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇത്തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് നരിപ്പറമ്പ് യൂണിറ്റ് ഇവിടെ മത്സ്യവില്പനയിലൂടെ കിട്ടുന്ന പണം മുഴുവൻ ഡിവൈഎഫ്ഐയുടെ ഈ നമ്മൾ വയനാട് ക്യാമ്പയിനിലേക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ വന്നപ്പോ അറിഞ്ഞ ഒരു അഭിമാനകരമായ കാര്യമെന്ന് പറയുന്നത്, ഈ നരിപ്പറമ്പങ്ങാടിയിൽ എല്ലാ ദിവസവും 100-ൽ വരുന്ന തൊഴിലാളികൾ മത്സ്യക്കച്ചവടം നടത്തുന്നവരാണ്. ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഈ ഒരു ആവശ്യവുമായി അവരെ സമീപിച്ചപ്പോ ആ തൊഴിലാളികൾ മുഴുവൻ അവരുടെ ഇന്നത്തെ പണി, ഇന്നത്തെ അധ്വാനം ഡിവൈഎഫ്ഐക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നറിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള തൊഴിലാളികളും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് വയനാടിനെ വീണ്ടെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നുവന്ന ഡിവൈഎഫ്ഐയുടെ ഈ നരിപ്പറമ്പ് യൂണിറ്റിനെയും അതിന്റെ സംഘാടകരെയും ഇതിലേക്ക് കടന്നു വന്ന മത്സ്യത്തൊഴിലാളികളെയും ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വിപ്ലവാഭിവാദികൾ.